നമസ്കാരം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 12ാമത്തെ നക്ഷത്രമായ ഉത്രം. ചിങ്ങക്കൂറിലും കന്നിക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ നവഗ്രഹങ്ങളിലെ രാജാവായ സൂര്യനാണ്. ഐശ്വര്യത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ലളിതവും എന്നാൽ തേജസ്സുറ്റതുമായ ഇവരുടെ ജീവിതരേഖ നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ അധിപനായി വരുന്ന ഈ നക്ഷത്രക്കാർ രാജകീയമായ ജീവിതം നയിക്കാൻ ജനിച്ചവരാണ് എന്ന് പറയാറുണ്ട്. ഉത്ര നക്ഷത്രക്കാരുടെ സ്വഭാവം, കരിയർ, പ്രണയം, വിവാഹം എന്നിവയെക്കുറിച്ചുള്ള ആരും പറയാത്ത രഹസ്യങ്ങൾ നമുക്ക് നോക്കാം. ഉത്രം നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. നിങ്ങൾ ജനിച്ച പാദം അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാം. 1-ാം പാദം ചിങ്ങം രാശിയിൽ വരുന്നു. സൂര്യനാണ് അധിപൻ. നേതൃത്വ ഗുണവും സർഗാത്മകതയും ഇവരുടെ പ്രത്യേകതയാണ്. 2-ാം പാദം കന്നി രാശിയിൽ വരുന്നു. ബുധനാണ് അധിപൻ. ബുദ്ധിശക്തിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ടാകും. 3-ാം പാദം കന്നിരാശിയിൽ തന്നെ വരുന്നു. ശുക്രനാണ് അധിപൻ. നയതന്ത്രജ്ഞതയും സൗന്ദര്യബോധവും നീതിബോധവും ഇവരുടെ കൂടെ ഉണ്ടാകും. 4-ാം പാദം വൃശ്ചികം രാശിയിലാണ് വരുന്നത്. ചൊവ്വയാണ് അധിപൻ. അതിശക്തമായ മനക്കരുത്തും ധൈര്യവുമാണ് ഈ പാദക്കാരുടെ പ്രത്യേകത. ഉത്രം നക്ഷത്രക്കാർ പൊതുവെ ദൃഢനിശ്ചയമുള്ളവരും നല്ല ആശയവിനിമയ ശേഷിയുള്ളവരുമാണ്. പുരുഷന്മാരെ നോക്കിയാൽ സ്വതന്ത്ര ചിന്താഗതിക്കാരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. സത്യസന്ധതയും നീതിബോധവും ഇവരുടെ മുഖമുദ്രയാണ്. ഇനി സ്ത്രീകൾ അതീവ ബുദ്ധിശാലികളും കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിവുള്ളവരുമാണ്. നല്ല ദയയും കരുണയുമുള്ള ഇവർ കുടുംബത്തിനു വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാകും. നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കാൻ ജനിച്ചവരാണിവർ. ബിസിനസ് രംഗങ്ങളിൽ നല്ല സംരംഭകരായും സിഇഒമാരായും ഇവർ തിളങ്ങും. ഫിനാൻസ് മേഖലയിൽ ഇവർക്ക് വലിയ വിജയസാധ്യതയുണ്ട്. ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഇവരെ മികച്ച രാഷ്ട്രീയക്കാരാക്കുന്നു. അറിവിനോടുള്ള താല്പര്യം ഇവരെ മികച്ച അധ്യാപകരും പ്രൊഫസർമാരുമാക്കും. അഭിനയം, സംവിധാനം തുടങ്ങിയ മേഖലകളിൽ ഉത്ര നക്ഷത്രക്കാർക്ക് വലിയ പേരും പ്രശസ്തിയും ലഭിക്കാറുണ്ട്. ഉത്ര നക്ഷത്രക്കാർ പ്രണയത്തിൽ അതീവ വിശ്വസ്തരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. കുടുംബത്തോട് പ്രത്യേക അതീവ പ്രതിബദ്ധതയുള്ളവരാണ് ഉത്രം നക്ഷത്രക്കാർ. പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവരാണിവർ വിവാഹ ജീവിതത്തിൽ. എങ്കിലും ജീവിത പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിട്ടുവീഴ്ചകളിലൂടെ പരിഹരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പൂരം, അത്തം, ചതയം എന്നീ നക്ഷത്രങ്ങളുമായി നിങ്ങൾക്ക് നല്ല ഒരു വിവാഹ പൊരുത്തം കണ്ടുവരുന്നു. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ഉത്കണ്ഠയും സ്നേഹവും ഉണ്ടായിരിക്കും. സർഗാത്മകതയും അധികാരവും ഊർജവും നൽകുന്ന സൂര്യനാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത്. അഗ്നിദേവനുമായുള്ള ബന്ധം ഇവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്കും ആവേശത്തിനും കാരണമാകുന്നു. സൗഹൃദത്തിന്റെയും സഹായത്തിന്റെയും ദേവനായ ആര്യമാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ല സുഹൃത്തുക്കളെ പ്രദാനം ചെയ്യും. എല്ലാ നക്ഷത്രക്കാരെയും പോലെ തന്നെ ഉത്രം നക്ഷത്രക്കാർക്കും ചില പോരായ്മകളുമുണ്ട്. അമിതമായ ആത്മവിശ്വാസം മൂലം എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ മടിക്കുന്നതും ഇവരുടെ പരാജയത്തിന് കാരണമായേക്കാം. പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഇവർക്ക് ലോകം കീഴടക്കാൻ സാധിക്കും. സൂര്യൻ അധികാരത്തിന്റെ പ്രതീകമാണ്. ഈ ഊർജം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് അമിതമായ അഹംഭാവമായി മാറും. ഞാൻ പറയുന്നതാണ് ശരി, എല്ലാവരും എന്നെ അനുസരിക്കണം എന്ന ചിന്താഗതി ഇവരിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരോട് പരുഷമായി പെരുമാറുന്നതിലേക്ക് നയിക്കുന്നു. സൂര്യനും ഉത്രത്തിന്റെ 4-ാം പാദ അധിപനായ ചൊവ്വയും അഗ്നിമൂലകങ്ങളാണ്. ഈ കടുത്ത ഊർജം ഉള്ളതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഇവരുടെ ഒരു പ്രധാനമായൊരു പോരായ്മയാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ഇത് ഗുണകരമായി ഉപയോഗിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ നെഗറ്റീവായി പോയാൽ പണ്ട് ആരെങ്കിലും ചെയ്ത ചെറിയ തെറ്റുപോലും ഇവർ മറക്കില്ല. അത് മനസ്സിൽ കൊണ്ടു നടന്ന് പ്രതികാര ബുദ്ധിയായി മാറ്റും.
മറ്റുള്ളവരെ ശപിക്കുന്നതും ഈ നെഗറ്റീവ് എനർജിയുടെ ഭാഗമാണ്. താൻ മാത്രമാണ് ശരിയെന്ന ചിന്തയുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ പോസിറ്റീവ് വശങ്ങൾ കാണാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കാര്യത്തിലും നെഗറ്റീവ് മാത്രം നോക്കുന്ന സ്വഭാവം ഇവരുടെ മനസമാധാനത്തെയും ബാധിക്കും. പൊതുവെ നല്ല ആരോഗ്യവാന്മാരാണെങ്കിലും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ, വാദം, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇവർ ശ്രദ്ധിക്കണം. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും ഇവർക്ക് അത്യാവശ്യമാണ്. ഇത്രയും സവിശേഷതകളുള്ള ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെ, വിവിധ ദശകളിലൂടെയുള്ള യാത്ര നമുക്ക് ഇനി വിശദമായി നോക്കാം. സൂര്യദശയിൽ തുടങ്ങി ശുക്രദശയിൽ അവസാനിക്കുന്ന ആ 120 വർഷത്തെ ജീവിതരേഖ നമുക്ക് നോക്കാം. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാളുടെ ജീവിതം ആരംഭിക്കുന്നത് നക്ഷത്രനാഥനായ സൂര്യന്റെ ദശയിലാണ്. ആദിത്യന്റെ തേജസ്സോടു കൂടി ജീവിതം തുടങ്ങാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. സൂര്യദശയുടെ ആകെ കാലാവധി 6 വർഷമാണ്. എന്നാൽ എല്ലാവർക്കും ഈ 6 വർഷം പൂർണ്ണമായി ലഭിക്കണമെന്നില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യദശ 6 വർഷമാണെങ്കിലും നിങ്ങൾ ജനിച്ച സമയത്ത് ഉത്തര നക്ഷത്രം എത്രത്തോളം പിന്നിട്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശിഷ്ടദശ. ഉദാഹരണത്തിന്, ഉത്തര നക്ഷത്രത്തിന്റെ തുടക്കത്തിലാണ് ജനനമെങ്കിൽ ഏകദേശം 6 വർഷം തന്നെ ലഭിക്കാം. എന്നാൽ നക്ഷത്രത്തിന്റെ അവസാന പാദങ്ങളിലാണ് ജനനമെങ്കിൽ ചിലപ്പോൾ ഏതാനും മാസങ്ങളോ ഒരു വർഷമോ മാത്രമേ സൂര്യദശ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിലെ ശിഷ്ടദശ നോക്കി വേണം ഈ കാലയളവ് കൃത്യമായി മനസ്സിലാക്കി അത് നോക്കി വേണം മുന്നോട്ടുള്ള ദശകൾ കണക്കിലാക്കാൻ. ഇനി നമുക്ക് സൂര്യദശയിലെ ഫലങ്ങൾ നോക്കാം. ഏകദേശം 6 വയസ്സുവരെ. സൂര്യൻ പിതൃകാരകനാണ്. അതുകൊണ്ട് തന്നെ ഉത്തര നക്ഷത്രക്കാരുടെ കുട്ടിക്കാലത്ത് പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ വലിയ സ്നേഹവും സംരക്ഷണവും ലഭിക്കും. കുടുംബത്തിന് സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രത്യേക തന്റേടവും ഗാംഭീര്യവും ഈ കുട്ടികൾ പ്രകടിപ്പിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും. എങ്കിലും ഉഷ്ണസംബന്ധമായ അസുഖങ്ങളോ നേത്ര സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകളോ കണ്ടേക്കാം. മറ്റുള്ളവരെ അനുസരിക്കുന്നതിനേക്കാൾ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ഇവർ. നേതൃത്വ ഗുണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ ഈ 6 വയസ്സിനുള്ളിൽ തന്നെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. സൂര്യദശയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും കുട്ടിക്കാലത്ത് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ ആദിത്യ ഹൃദയം ജപിക്കുന്നത് നല്ലതാണ്. കുട്ടികളെ കൊണ്ട് ലളിതമായ രീതിയിൽ സൂര്യ നമസ്കാരം ചെയ്യിക്കുന്നത് ആരോഗ്യത്തിനും ബുദ്ധിക്കും ഉത്തമമാണ്. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും സൂര്യപ്രീതിക്ക് സഹായിക്കും. സൂര്യദശയുടെ ഈ 6 വർഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ശിഷ്ടദശയുടെ കാലയളവ് അനുസരിച്ച് അത് അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിനുശേഷം വരുന്നത് മനസ്സിന്റെ അധിപനായ ചന്ദ്രന്റെ ദശയാണ്. 10 വർഷം നീണ്ടു നിൽക്കുന്ന ചന്ദ്രദശ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെയും സ്വഭാവത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സൂര്യന്റെ ഗാംഭീര്യത്തിൽ നിന്ന് മനസ്സിന്റെ അധിപനായ ചന്ദ്രന്റെ തണലിലേക്കുള്ള മാറ്റമാണിത്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടിക്കാലത്തിന്റെ അവസാനവും കൗമാരത്തിന്റെ തുടക്കവുമാണ് ഈ 10 വർഷം. ഏകദേശം 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ചന്ദ്രൻ മാതൃകാരകനാണ്. ഈ കാലയളവിൽ ഉത്തര നക്ഷത്രക്കാർക്ക് അമ്മയുമായി അമിതമായ മാനസിക അടുപ്പം അനുഭവപ്പെടും. അമ്മയുടെ സ്നേഹവും പരിചരണവും നിങ്ങളുടെ വളർച്ചയിൽ വലിയ സ്വാധീനവും ചെലുത്തും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു കാലമായിരിക്കും ഇത്. സ്കൂൾ പഠനകാലമാണ് ചന്ദ്രദശ. ഉത്തര നക്ഷത്രക്കാർക്ക് വിദ്യയിൽ തിളങ്ങാൻ ഈ ദശ സഹായിക്കും. മനസ്സിനെ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് സാധിക്കും. അറിവ് സമ്പാദിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതിനാൽ അധ്യാപകരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായി ഇവർ മാറും. ചന്ദ്രൻ കലകളുടെയും അധിപനാണ്. സംഗീതം, ചിത്രം വര, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് ഈ 10 വർഷത്തിനുള്ളിൽ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കും. സ്കൂൾ തല മത്സരങ്ങളിൽ വിജയിക്കാനും അംഗീകാരങ്ങൾ നേടാനും ഈ ദശ അനുകൂലമാണ്.
ചന്ദ്രന്റെ വൃതിക്ഷയങ്ങൾ പോലെ തന്നെ ഈ കാലയളവിൽ ഉത്രം നക്ഷത്രക്കാരുടെ മനസ്സിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അതീവമായ സന്തോഷവും മറ്റു ചിലപ്പോൾ ചെറിയ ഉത്കണ്ഠയും തോന്നാം. എന്നാൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ സൂര്യന്റെ സ്വാധീനം നിങ്ങളെ സഹായിക്കും. ഉത്രം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ് എന്ന് നമ്മൾ പറഞ്ഞു. സൂര്യൻ അധികാരത്തിന്റെയും ഭരണത്തിന്റെയും കർത്താവാണ്. പുസ്തകത്തിലെ അറിവിനേക്കാൾ ലോക പരിചയത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പഠന രീതി പലപ്പോഴും ഇവരെ ബോറടിപ്പിച്ചേക്കാം. എന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. മനസ്സ് എപ്പോഴും ചഞ്ചലമായിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഒരേയിടത്തിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. കല, രാഷ്ട്രീയം അല്ലെങ്കിൽ ഭാവനാലോകം എന്നിവയിലേക്ക് മനസ്സ് കൂടുതൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പാഠപുസ്തകങ്ങൾ ഇവർ അവഗണിച്ചേക്കാം. ഉത്തര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ ലേറ്റ് ബ്ലൂമേഴ്സ് ആണ് എന്നതാണ്. സ്കൂളിലെ റാങ്കിനേക്കാൾ ഇവർക്ക് പ്രധാനം മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവാണ്. അവർ ഒരുപക്ഷെ പഠനത്തിൽ പിന്നിലായിരിക്കാം, പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ മറ്റുള്ളവർക്ക് വഴി കാട്ടാനോ അവർക്ക് പ്രത്യേകമായ മിടുക്കുണ്ടാകും. ഉത്തര നക്ഷത്രക്കാർ പുസ്തകപ്പുഴുക്കളാകാൻ ജനിച്ചവരല്ല, മറിച്ച് ലോകത്തെ നയിക്കാൻ ജനിച്ചവരാണ്. അവരുടെ ബുദ്ധി തെളിയുന്നത് ക്ലാസ് മുറികളിലല്ല, മറിച്ച് ജീവിതത്തിലെ പോരാട്ട ഭൂമികളിലാണ്. ചന്ദ്രൻ മനസ്സിനെ സ്വാധീനിക്കുന്ന ഗ്രഹമായതിനാൽ ഈ കാലയളവിൽ വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ചന്ദ്രദശയിൽ ഏറ്റവും ഉത്തമം ഭഗവതിയെ അല്ലെങ്കിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നതാണ്. ദിവസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകും. മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രശസ്തമായ ഏതെങ്കിലും ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ചന്ദ്രനെ ശിരസിലേറ്റിയ ഭഗവാനാണ് ശിവൻ. അതിനാൽ ശിവനെ ആരാധിക്കുന്നത് ചന്ദ്രദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആയുസ്സിനും ആരോഗ്യത്തിനും മനഃശാന്തിക്കും വേണ്ടി തിങ്കളാഴ്ചകളിൽ ലഘുവായ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ചന്ദ്രന്റെ പ്രീതിക്കായി വെളുത്ത നിറമുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ഗുണകരമാണ്. തിങ്കളാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് പാല്, അരി അല്ലെങ്കിൽ വെളുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. തിങ്കളാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചന്ദ്രന്റെ പോസിറ്റീവ് ഊർജം ലഭിക്കാൻ സഹായിക്കും. ചന്ദ്രദശയുടെ സമയത്ത് തണുത്ത ആഹാരങ്ങൾ, അതായത് ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് പോലെയുള്ളവ അമിതമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യാം. മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹത്തോടെ സംസാരിക്കാനും ബോധപൂർവം ശ്രമിക്കണം. പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ കുറച്ചു സമയം ചന്ദ്രപ്രകാശത്തിൽ ഇരിക്കുന്നത് മനസ്സിന് കുളിർമ നൽകാൻ സഹായിക്കും. ഇനി അടുത്തത് ഉത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലവും എന്നാൽ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ചൊവ്വാദശയാണ്. 7 വർഷമാണ് ഇതിന്റെ കാലാവധി. ഏകദേശം 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കാലഘട്ടമാണിത്. ചോരത്തിളപ്പുള്ള പ്രായം എന്ന് നമ്മൾ പറയുന്ന ആ യൗവനകാലം ചൊവ്വയുടെ ഭരണത്തിലായിരിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് സ്വതവേയുള്ള ആര്യമാൻ ദേവന്റെ ഗുണത്തേക്കാൾ ഉപരി ചൊവ്വയുടെ പോരാട്ട വീര്യം ഈ സമയത്ത് പ്രകടമാകും. എന്തിനോടും ഒരു വാശിയും വിട്ടുകൊടുക്കാത്ത മനോഭാവവും ഇവർക്കുണ്ടാകും. മറ്റുള്ളവരോട് തർക്കിക്കാനും സ്വന്തം അധികാരം സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണിത്. യൂണിവേഴ്സിറ്റി, കോളേജ് പഠനവും ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതുമെല്ലാം ഈ ദശയിലാണ്. സാങ്കേതിക വിദ്യ, അതായത് എഞ്ചിനീയറിംഗ് പോലുള്ളവ, പോലീസ്, പട്ടാളം അല്ലെങ്കിൽ സർജറി തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ള ഉത്ര നക്ഷത്രക്കാർക്ക് ഈ 7 വർഷം വലിയ വളർച്ച നൽകും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഈ ദശയിൽ ഉത്ര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ദേഷ്യം വരിക, സഹോദരങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാവുക, പിശകായ തീരുമാനങ്ങൾ എടുക്കുക എന്നിവ സംഭവിക്കാം. അഹങ്കാരം തലയ്ക്ക് പിടിക്കാൻ സാധ്യതയുള്ള സമയമായതിനാൽ വിനയം ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഉത്ര നക്ഷത്രക്കാരെ ഒന്ന് ഓർത്തു നോക്കി. അവരുടെ 20കളിൽ അവർ വളരെ
പരുഷമായി പെരുമാറുന്നവരോ എപ്പോഴും വഴക്കിന് പോകുന്നവരോ ആയിരുന്നില്ലേ? പ്രത്യേകിച്ചും ഉത്രത്തിന്റെ 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് ചൊവ്വയുടെ സ്വാധീനം അല്പം കൂടും. പ്രതികാര ബുദ്ധിയും ശപിക്കുന്ന സ്വഭാവവും ഈ സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഒരു സ്വഭാവമായി കൂടെ കൂടും. രക്തസംബന്ധമായ അസുഖങ്ങൾ, മുറിവുകൾ അല്ലെങ്കിൽ ഉദര സംബന്ധമായ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അമിത വേഗത ഒഴിവാക്കുക. ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ഇനി പറയുന്നവ ചെയ്യാം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുന്നതോ ശരവണഭവ മന്ത്രം ജപിക്കുന്നതോ ഉത്തമമാണ്. ചൊവ്വയുടെ പ്രീതിക്കായി ആരോഗ്യമുണ്ടെങ്കിൽ രക്തദാനം ചെയ്യുന്നത് വലിയൊരു പരിഹാരമാണ്. ദേഷ്യവും നെഗറ്റീവ് ചിന്തകളും മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അമിതമായ ദേഷ്യമുള്ളവർ ചൊവ്വാഴ്ചകളിൽ കടും ചുവപ്പ് വസ്ത്രങ്ങൾ ഒഴിവാക്കി നേരിയ നിറങ്ങൾ ധരിക്കുക. ചൊവ്വയുടെ ഈ പോരാട്ട വീര്യം കഴിഞ്ഞ് ഉത്ര നക്ഷത്രക്കാർ പ്രവേശിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന രാഹുദശയിലേക്കാണ്. 18 വർഷം നീണ്ടു നിൽക്കുന്ന ആ മാന്ത്രിക കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ചൊവ്വയുടെ 7 വർഷങ്ങൾക്ക് ശേഷം ഉത്ര നക്ഷത്രക്കാർ 18 വർഷം നീണ്ടു നിൽക്കുന്ന രാഹുദശയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏകദേശം 23 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ്. ഉയർച്ചകളും താഴ്ചകളും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണിത്. രാഹു ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ്. ഉത്ര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കരിയറിൽ വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ഈ കാലയളവിൽ സാധിക്കും. വിദേശയാത്രകൾ, അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റങ്ങൾ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ എന്നിവ ഈ 18 വർഷത്തിനുള്ളിൽ സംഭവിക്കാം. രാഹു അനുകൂലമാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത ഉയരങ്ങളിൽ നിങ്ങൾ എത്തും. സാധാരണഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ കാലയളവിൽ ഉണ്ടായേക്കാം. IT, ഡിജിറ്റൽ മീഡിയ, കെമിക്കൽസ് അല്ലെങ്കിൽ വിദേശ വ്യാപാരം എന്നീ മേഖലകളിലുള്ളവർക്ക് ഈ 18 വർഷം സുവർണകാലമായിരിക്കും. രാഹു ചിലപ്പോൾ പെട്ടെന്നുള്ള തകർച്ചയും നൽകാം. അതുകൊണ്ട് സ്ഥിരതയില്ലാത്ത ബിസിനസ്സുകളിലോ ഊഹക്കച്ചവടത്തിലോ പണം നിക്ഷേപിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കുക. ഭൂരിഭാഗം ഉത്രനക്ഷത്രക്കാരുടെയും വിവാഹം നടക്കുന്നത് ഈ രാഹുദശയുടെ ആദ്യ പകുതിയിലാണ്. കുടുംബജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. വളരെ ബുദ്ധിശാലിയും സർഗാത്മകതയുള്ളതുമായ ഒരു പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പങ്കാളിയുമായി ആശയപരമായ ചെറിയ തർക്കങ്ങൾ രാഹുദശയിൽ സ്വാഭാവികമാണ്. ഇടയ്ക്ക് കുടുംബത്തിൽ അനാവശ്യമായ തർക്കങ്ങളോ ആശയക്കുഴപ്പങ്ങളോ വരാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ദാമ്പത്യ വിജയത്തിന് അത്യാവശ്യമാണ്. അനാവശ്യമായ സംശയങ്ങളും മുൻകോപവും ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. സൂര്യന്റെ അഹംഭാവം മാറ്റിവെച്ച് പങ്കാളിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സന്തുഷ്ടമായ ദാമ്പത്യം നയിക്കാം. രാഹു ചിലപ്പോൾ മിഥ്യാധാരണകൾ ഉണ്ടാക്കാം. അമിതമായ ആത്മവിശ്വാസം മൂലം തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെടാനോ പണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കാനോ സാധ്യതയുണ്ട്. പക്വതയോടെയും സത്യസന്ധതയോടെയും കാര്യങ്ങളെ സമീപിച്ചാൽ രാഹു നിങ്ങളെ വലിയ വിജയിയാക്കും. രാഹുദശയുടെ അവസാനത്തെ പകുതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമുള്ള ചിന്തകൾക്കായിരിക്കും മുൻഗണന. ഉത്രനക്ഷത്രക്കാർക്ക് കുട്ടികളിൽ നിന്ന് വലിയ സന്തോഷവും അഭിമാനവും ലഭിക്കാൻ ഈ ദശ സഹായിക്കും. കുട്ടികൾ പഠനത്തിലോ കലകളിലോ മികവ് പ്രകടിപ്പിക്കും. കുടുംബത്തിന് വേണ്ടി പുതിയ വീട് വാങ്ങാനോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ ഈ സമയത്ത് സാധിക്കും. കുടുംബത്തോടുള്ള നിങ്ങളുടെ കടമകൾ പൂർണ്ണമായി നിറവേറ്റാൻ രാഹു നിങ്ങൾക്ക് ഊർജം നൽകും. പല പ്രമുഖ വ്യക്തികളുമായും ബന്ധം സ്ഥാപിക്കാനും അത് നിങ്ങളുടെ കരിയറിന് ഗുണകരമായി ഉപയോഗിക്കാനും രാഹു സഹായിക്കും. രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനങ്ങളിലോ താല്പര്യമുള്ളവർക്ക് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ 18 വർഷം അനുകൂലമാണ്. അപ്രതീക്ഷിതമായി പണം വരാൻ സാധ്യതയുള്ളതുപോലെ തന്നെ അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക.
അമിതമായ ചിന്തകൾ മൂലം ഉറക്കമില്ലായ്മയോ ഉത്കണ്ഠയോ ഉണ്ടായേക്കാം. യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഉത്തമമാണ്. രാഹുദശയിലെ ദോഷങ്ങൾ മാറാനും ഐശ്വര്യമുണ്ടാകാനും നമുക്കിനി പറയുന്നവ ചെയ്യാം. നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും 100 പാലും സമർപ്പിക്കുന്നതും രാഹുപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. രാഹുദോഷം മാറാൻ ദുർഗാദേവിയെ ആരാധിക്കുക. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കോ രോഗികൾക്കോ സഹായം നൽകുന്നത് രാഹുവിന്റെ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഒരു ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം രാഹുവിന്റെ രത്നമായ ഗോമേതകം ധരിക്കാവുന്നതാണ്. ഇനി രാഹുദശയുടെ തിരക്കുകൾക്കും മാറ്റങ്ങൾക്കും ശേഷം ഉത്രനക്ഷത്രക്കാർ പ്രവേശിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ വ്യാഴദശയിലേക്കാണ്. 16 വർഷമാണ് ഈ ദശയുടെ കാലാവധി. ഏകദേശം 41 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തെ ഉത്രനക്ഷത്രക്കാരുടെ സുവർണകാലം എന്ന് വിളിക്കാം. രാഹുദശയിലെ അനിശ്ചിതത്വങ്ങൾ മാറി ജീവിതത്തിൽ ഒരു തെളിച്ചം വരുന്ന കാലമാണിത്. ദേവഗുരുവായ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉത്രനക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഈ 16 വർഷം ജീവിതത്തിലെ ഏറ്റവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ സമയമായിരിക്കും. ജ്യോതിഷത്തിൽ വ്യാഴമെന്നാൽ സദ്ബുദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ്. ഉത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുദശയിലെ അനിശ്ചിതത്വങ്ങൾക്കും പരക്കം പാച്ചിലിനും ശേഷം ലഭിക്കുന്ന ഒരു ശാന്തമായ തീരമാണ് ഈ 16 വർഷം. കരിയറിൽ നിങ്ങൾ എവിടെ എത്തണം, നിങ്ങളുടെ കുടുംബം എങ്ങനെയായിരിക്കണം എന്നതിനൊക്കെ ഒരു വ്യക്തത ലഭിക്കുന്നത് ഈ കാലയളവിലാണ്. ഈ ദശയിൽ നിങ്ങൾ കരിയറിന്റെ ഉച്ചസ്ഥായിയിലെത്തും. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തും. സമൂഹത്തിൽ വലിയ ബഹുമാനവും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമായി വലിയ ഭദ്രത കൈവരിക്കാനും പഴയ കടബാധ്യതകൾ തീർക്കാനും ഈ 16 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കും. സന്താന ഭാഗ്യത്തിനും കുട്ടികളുടെ ഉന്നമനത്തിനും ഏറ്റവും അനുകൂലമായ സമയമാണിത്. നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിലോ കരിയറിലോ ഉള്ള വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് അഭിമാനത്തിന് കാരണമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ബന്ധുക്കളുമായുള്ള അകൽച്ച മാറി സ്നേഹത്തിലാകാനും വ്യാഴദശ സഹായിക്കും. കുടുംബത്തിലെ പഴയ ശത്രുതകളും പിണക്കങ്ങളും മാറി എല്ലാവരും ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സൂര്യന്റെ ഗാംഭീര്യവും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒത്തുചേരുന്ന സമയമാണിത്. പഴയ മുൻകോപവും വാശിയൊക്കെ മാറി നിങ്ങൾ കൂടുതൽ പക്വതയുള്ളവരായി മാറും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും തീർത്ഥയാത്രകൾ നടത്തുകയും ചെയ്യും. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഗുരുതുല്യമായ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. ദാമ്പത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും പരസ്പര ധാരണയും അനുഭവപ്പെടുന്ന കാലമാണിത്. പങ്കാളിയുമായി ചേർന്ന് പുതിയ സ്വത്തുക്കൾ വാങ്ങാനോ വീട് പണിയാനോ സാധിക്കും. ദാമ്പത്യത്തിലെ ചെറിയ പിണക്കങ്ങൾ പോലും ഈ സമയത്ത് ഇല്ലാതാകും. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളെക്കാൾ ചിട്ടയായ സമ്പാദ്യത്തിലൂടെ വലിയൊരു തുക സ്വരൂപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. റിയൽ എസ്റ്റേറ്റിലോ കൃഷിയിലോ നിക്ഷേപം നടത്താൻ അനുകൂലമായ സമയമാണിത്. സൂര്യന്റെ ഗാംഭീര്യമുള്ള ഉത്രനക്ഷത്രക്കാർ വ്യാഴദശയിലെത്തുമ്പോൾ കൂടുതൽ പക്വതയുള്ളവരായി മാറും. പഴയ മുൻകോപമൊക്കെ പതുക്കെ അപ്രത്യക്ഷമാകും. ഏത് കാര്യത്തെയും വിവേകത്തോടെ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ നിങ്ങളെ ഒരു മാർഗദർശിയായി കാണാൻ തുടങ്ങും. നാട്ടിലോ കുടുംബത്തിലോ ഉള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ആളുകൾ നിങ്ങളുടെ സഹായം തേടും. ഭൗതികമായ നേട്ടങ്ങൾക്കിടയിലും നിങ്ങളുടെ മനസ്സ് ആത്മീയതയിലേക്ക് തിരിയും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തും. ദീർഘകാലമായുള്ള ദശയായതുകൊണ്ട് ആരോഗ്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വ്യാഴം വികാസത്തിന്റെ ഗ്രഹമായതുകൊണ്ട് ശരീരഭാരം കൂടാൻ സാധ്യതയുണ്ട്. ഇത് കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ കുഴപ്പങ്ങൾക്ക് കാരണമാകാം. മധുരവും കൊഴുപ്പും കുറഞ്ഞ ഭക്ഷണക്രമം ശീലിക്കുന്നത് ഈ 16 വർഷം ആരോഗ്യത്തോടെ ഇരിക്കാൻ നിങ്ങളെ സഹായിക്കും. വ്യാഴദശയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ ഇനി പറയുന്നവ നമുക്ക് ചെയ്തു നോക്കാം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ ഉത്തമമാണ്. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയോ
ഗുരുതുല്യരായ വ്യക്തികളെയോ സന്ദർശിക്കുകയോ അവർക്ക് ഉപഹാരങ്ങൾ നൽകുകയോ ചെയ്യുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സഹായിക്കുന്നതും വ്യാഴപ്രീതിക്ക് ഏറ്റവും വലിയ വഴിയാണ്. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഈ വ്യാഴദശയ്ക്ക് ശേഷം നിങ്ങൾ കടക്കുന്നത് കർമ്മഫലദാതാവായ ശനിദശയിലേക്കാണ്. 19 വർഷം നീണ്ടു നിൽക്കുന്ന ശനിദശ ഉത്തര നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 57 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷാകാലം അല്ലെങ്കിൽ കർമ്മഫലക്കാലം എന്ന് വിളിക്കപ്പെടുന്നു. ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ശനി ഭഗവാൻ നമ്മുടെ കർമ്മങ്ങളെ വിചാരണ ചെയ്യുന്ന കാലഘട്ടമാണിത്. 19 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ദശ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം കഠിനാധ്വാനവും ക്ഷമയും ആവശ്യപ്പെടുന്ന സമയമാണ്. സൂര്യപുത്രനായ ശനി തന്റെ പിതാവിന്റെ നക്ഷത്രക്കാരായ നിങ്ങളെ ചില ജീവിത പാഠങ്ങൾ പഠിപ്പിക്കാൻ എത്തുന്ന സമയമാണിത്. സാധാരണക്കാർക്ക് ശനിദശ ബുദ്ധിമുട്ടുകൾ നൽകുമ്പോൾ കഠിനാധ്വാനികളായ ഉത്തര നക്ഷത്രക്കാർക്ക് ശനി വലിയ അധികാരങ്ങൾ നൽകാറുണ്ട്. അധികാരം നൽകുന്നതിനോടൊപ്പം തന്നെ ശനി ചില പരീക്ഷണങ്ങളും മുന്നോട്ട് വയ്ക്കും. ഒന്നും നിങ്ങൾക്ക് വെറുതെ ലഭിക്കില്ല. ഉറക്കമില്ലാത്ത രാത്രികളും കഠിനമായ അധ്വാനവും ശനി ആവശ്യപ്പെടും. ഉന്നതങ്ങളിൽ എത്തുമ്പോൾ വലിയ തോതിൽ വിമർശനങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വരും. എന്നാൽ സൂര്യന്റെ തേജസ്സുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് ഇതിനെയൊക്കെ പുഷ്പം പോലെ അതിജീവിക്കാൻ സാധിക്കും. കുടുംബത്തിലെ മുതിർന്ന വ്യക്തി എന്ന നിലയിൽ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. വ്യാഴദശയിൽ ഉണ്ടാക്കിയ സമ്പത്ത് ശനിദശയിൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ആഡംബരങ്ങളെക്കാൾ പ്രായോഗികമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനായി ശ്രദ്ധിക്കണം. ജീവിതത്തിൽ അച്ചടക്കം പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ആഡംബര ജീവിതം കുറയ്ക്കേണ്ടി വന്നേക്കാം. ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുന്നതാണ് നല്ലത്. സഹോദരങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഉത്തര നക്ഷത്രം ധർമ്മത്തിന് മുൻഗണന നൽകുന്നവരാണ്. ശനിദശാകാലത്ത് ശരിയായ പാതയിലൂടെ സഞ്ചരിച്ചാൽ വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ശനിദശയിൽ ഉത്തര നക്ഷത്രക്കാർക്ക് വിജയിക്കാനുള്ള മന്ത്രം വിനയം എന്നതാണ്. നിങ്ങൾ എത്രത്തോളം താഴോട്ട് കുനിയുന്നുവോ അത്രത്തോളം ഉയരത്തിലേക്ക് ശനി നിങ്ങളെ എത്തിക്കും. അഹങ്കാരം വെടിഞ്ഞ് ജനങ്ങളെ സേവിക്കുന്നവർക്ക് ഈ 19 വർഷം ജീവിതത്തിലെ ഏറ്റവും സുവർണകാലമായിരിക്കും. ഈ കാലയളവിൽ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. സന്ധിവേദന, വാദം, നട്ടലിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. വലിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കാൻ ധ്യാനവും ലഘുവായ വ്യായാമവും പരിശീലിക്കാം. ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് എള്ള് പായസമോ നീരാജനമോ സമർപ്പിക്കാം. പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും സഹായം നൽകുക. ശനി ഭഗവാൻ ഏറ്റവും പ്രീതനാകുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെയാണ്. പ്രതിസന്ധികളെ മറികടക്കാൻ ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുക. ശനിദശയിലെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും മാറി മനസ്സിന് ശാന്തിയും ബുദ്ധിക്ക് തെളിച്ചവും ലഭിക്കുന്ന കാലമാണ് ബുധദശ. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ജ്ഞാനോദയത്തിന്റെ കാലഘട്ടമാണ്. ബുധൻ വിദ്യയുടെയും ബുദ്ധിയുടെയും ഗ്രഹമാണ്. ഈ പ്രായത്തിലും ഉത്തര നക്ഷത്രക്കാർക്ക് നല്ല ഓർമ്മശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയും ഉണ്ടാകും. വായന, എഴുത്ത് അല്ലെങ്കിൽ ആത്മകഥ തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. പേരക്കുട്ടികൾക്കും മറ്റും വഴികാട്ടിയായി നിങ്ങൾ മാറും. കുടുംബത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി നിങ്ങൾ തുടരും. പ്രത്യേകിച്ചും പേരക്കുട്ടികളുമായി നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ ഈ ദശ സഹായിക്കും. നിങ്ങളുടെ അനുഭവ സമ്പത്ത് കേൾക്കാൻ മറ്റുള്ളവർ താല്പര്യം കാണിക്കും. കുടുംബത്തിലെ സന്തോഷകരമായ ഒത്തുചേരലുകൾ നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകും. വ്യാഴദശയിലും ശനിദശയിലും നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ ഗുണഫലങ്ങൾ സമാധാനത്തോടെ അനുഭവിച്ചു തീർക്കുന്ന കാലമാണിത്.
മക്കൾക്കും വരും തലമുറയ്ക്കും വേണ്ടി നിങ്ങളുടെ സ്വത്തുക്കൾ ഭാഗം വെച്ച് നൽകുന്നതിനെ കുറിച്ചും കൃത്യമായ പ്ലാനിംഗ് നിങ്ങൾ ഈ സമയത്ത് നടത്തും. ബുധൻ നാഡീവ്യൂഹത്തെ, അതായത് നെർവസ് സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ്. കൈകാലുകളിൽ വിറയൽ അല്ലെങ്കിൽ നാഡീ സംബന്ധമായ ബലഹീനതകൾ ശ്രദ്ധിക്കണം. ചർമ്മത്തിൽ വരൾച്ചയോ അലർജികളോ വരാൻ സാധ്യതയുണ്ട്. പോഷകാഹാരവും കൃത്യമായ വിശ്രമവും ഈ പ്രായത്തിൽ അനിവാര്യമാണ്. ബുധദശയിലെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ പറയുന്നവ ചെയ്തു നോക്കാം. ബുധന്റെ അധിപൻ വിഷ്ണുവാണ്. ഭാഗവത പാരായണം കേൾക്കുന്നതോ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ അതീവ ശുഭകരമാണ്. വീട്ടിൽ തുളസി നട്ട് നനയ്ക്കുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും ബുധപ്രീതിക്ക് സഹായിക്കും. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതോ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സഹായിക്കുന്നതോ ബുധന്റെ അനുഗ്രഹം നേടാൻ ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ പച്ച നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. സൂര്യദശയുടെ തേജസ്സിൽ തുടങ്ങി കഠിനാധ്വാനത്തിന്റെ ശനിദശയും പിന്നിട്ട് ബുധദശയുടെ ജ്ഞാനത്തിൽ എത്തി നിൽക്കുന്ന ഉത്രം നക്ഷത്രക്കാരുടെ സവിശേഷമായ ജീവിതരേഖയാണിത്. സൂര്യനെ പോലെ ലോകത്തിന് വെളിച്ചം നൽകാനും ശനിയെ പോലെ ജനങ്ങളെ സഹായിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സവിശേഷതകളും ദശകളും മാത്രമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനിലകൾ, ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ, ജന്മസമയത്തെ മാറ്റങ്ങൾ എന്നിവ അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു വിദഗ്ധ ജ്യോത്സ്യനെ കണ്ട് വ്യക്തിഗതമായ ജാതക പരിശോധന നടത്തുന്നത് ഉത്തമമായിരിക്കും. ഉത്തര നക്ഷത്രക്കാരായ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ കാലഘട്ടങ്ങളും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൂര്യന്റെ പ്രഭാവത്താൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്നു പോകുന്നു എന്നും താഴെ കമന്റ് ചെയ്യാമല്ലോ. മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.